വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നും ഒരു വലിയ തുക വണ്ടൂർ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെൻ്റർ തുടങ്ങാൻ വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ആ സമയത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളും നടത്തിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് സമരം നടത്തുകയും മറ്റു പല നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉടനടി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ UDF ഘടകകക്ഷികൾ തന്നെ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും സ്ഥലം MLA താലൂക്ക് ആശുപത്രിയുടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊരു ചുക്കും ചെയ്യാതെ ആ ഭാഗം തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും കൂടി അവർ തന്നെ പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഭരണകക്ഷിക്കകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള UDF-നകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ആ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെല്ലാം സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ നേതാവോട് പറഞ്ഞു, MLA തിരിഞ്ഞു നോക്കുന്നില്ല, അദ്ദേഹത്തിന് സാധിക്കുമായിരുന്ന പല കാര്യങ്ങളും ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ട് ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മീഡിയയിലൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ അവസരത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ഈ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ഇനിയും ശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരും. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത് ഈ ഒരു താലൂക്ക് ഹോസ്പിറ്റലിന്റെ മാത്രം പ്രശ്നമായി ഇത് തീരും എന്ന് വിചാരിക്കുന്നില്ല. കാരണം പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയിട്ടുള്ള ഒരു പരാതി ഇന്ന് ഓംബുഡ്സ്മാന്റെ കയ്യിൽ കിടക്കുകയാണ്. അതിന്റെ വിധി എങ്ങനെയാണ് വരുന്നത് എന്നതും കൂടി ഞങ്ങൾ നോക്കിക്കാണുകയാണ്. ആ വിധി ആ പരാതിക്കാരന് അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഒരു വലിയ അരാജകത്വവും മറ്റ് ബുദ്ധിമുട്ടുകളും വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന് അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട്, കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് വണ്ടൂരെന്ന് മാത്രമല്ല, വണ്ടൂരിനെ ആശ്രയിച്ചുകൊണ്ട് നിരവധി പ്രദേശങ്ങളിലെ ആളുകൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ഒരു ഡയാലിസിസ് സെന്റർ ഒരു വലിയ ഉപകാരപ്രദമായിട്ട് മാറേണ്ട ഒരു സാഹചര്യത്തിൽ അതിന് ഒരു നടപടിയും സ്വീകരിക്കാതെ ആ ഡയാലിസിസ് സെന്ററിന് അനുവദിക്കപ്പെട്ടുള്ള തുക മറ്റേതൊക്കെയോ തരത്തിൽ വകമാറ്റി ചെലവഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചില ആളുകളുടെ പോക്കറ്റിലേക്കോ എത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളുള്ളത്. തീർച്ചയായും ഒരു വലിയ സമരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരുമെന്നൊരു സൂചന കൂടി ഞങ്ങൾ ഇപ്പോൾ പറയും. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ലെവൽ ക്രോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ. ഇതും കഴിഞ്ഞ 2 വർഷം മുമ്പ് അന്നത്തെ MP അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ നിന്നും ഒരു വലിയ തുക ലെവൽ ക്രോസിനും പകരം അവിടെ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് വരുന്നതിന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പേരിൽ വലിയ ഫ്ലക്സുകൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരെ അതിനെക്കുറിച്ചൊരു കാര്യം പറയാനോ അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ ആ MP-യോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമോ UDF-ഓ തയ്യാറായിട്ടില്ല. പക്ഷേ അവിടെ ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10-26 പ്രാവശ്യം അവിടെ ലെവൽ ക്രോസ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് അവിടെ അനിവാര്യം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സ്ഥലം MLA അവിടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ നടപടിയെടുത്തു എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയാത്തത്? അല്ലെങ്കിൽ നമ്മുടെ MP അതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തോട് പറയേണ്ടതുണ്ട്. ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യത്തിൽ തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് ഇവിടുത്തെ പൊതുസമൂഹത്തോട് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ പറയുമ്പോൾ പോലും അവർ പല വികസനത്തിന്റെ പേര് പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ വികസനം, ടൗൺ വികസനം, അല്ലെങ്കിൽ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ടൗൺ സ്ക്വയറിന്റെ വികസനം എന്നൊക്കെ പറഞ്ഞ് കോടികൾ എങ്ങോട്ടാണ് പോയത് എന്നുകൂടി ഈ 2 കൂട്ടരും പറയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്.